അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. LCDയുടെ പൂർണ്ണ രൂപം എന്താണ്? LCDയുടെ പൂർണ്ണ രൂപം എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. 19ാമത്തെ ചോദ്യം. ആരുടെ ചിത്രമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്? ചിത്രം നോക്കിയിട്ട് വല്ല പരിചയമുണ്ടോ? പരിചയമുള്ള കൂട്ടുകാർ വേഗം കമൻറ്റ് ചെയ്തോളൂ. ഇതാണ് ചാൾസ് ബാബേജ്. ഇത് എന്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇത് ചാൾസ് ബാബേജ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ഓർത്ത് വെച്ചോളൂ, എക്സാമിന് ചിലപ്പോൾ അതാവും ചോദിക്കുക. അടുത്തത്, ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ്? ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ്? വേഗം നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടെക്നിക്ക് ആ സമയത്ത് നോക്കണം. വെറുതെ ഇരിക്കരുത്, എന്നാലേ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നോക്കൂ, 7, 2, 1, 4. 7 ആദ്യം നിങ്ങൾ മുന്നോട്ടും നോക്കുക, താഴത്തേക്കും നോക്കുക, റോയിലും കോളത്തിലും നോക്കുക, എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ആദ്യം ഞാൻ അങ്ങോട്ട് മുന്നോട്ട് നോക്കി, റോയിൽ നോക്കുകയാണ് കേട്ടോ. 7 3 10, 10 6 16, 16 2 18, 18 കിട്ടി. താഴത്തേക്ക് നോക്കി, 7 2 9, 9 1 10, 10 14 കിട്ടി. ഇനി അടുത്ത റോ നോക്കണം കേട്ടോ. 8 3 11, 11 12, 12 2 14, 3 8 11, 11നോട് 1 കൂട്ടി 12, 12നോട് 2 കൂട്ടിയപ്പോൾ 14. ഓക്കെ, മുകളിൽ കൂട്ടിയപ്പോഴും എത്രയാണ്? 7 3 10, 10 6 16, 16 2 18. അപ്പോൾ അങ്ങോട്ട് കൂട്ടിയ 18 കിട്ടണം. അതായത് റോയിൽ നോക്കിയാൽ 18, താഴത്തേക്ക് നോക്കിയാൽ എന്ത് വേണം? താഴത്തേക്ക് അതായത് കോളത്തിൽ കൂട്ടി എന്ത് വേണം? 14 വേണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. 2 4 6, 6 4 10, 10നോട് എന്ത് കൂട്ടിയാൽ 14 കിട്ടും? 4. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 4. അടുത്ത ചോദ്യം. നാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ കീബോർഡിൻ്റെ ചിത്രമാണിത്. ഈ കീബോർഡിലെ ലേ ഔട്ടിൻ്റെ പേരെന്താണ്? ഈ കമ്പ്യൂട്ടർ കീബോർഡിൻ്റെ ലേ ഔട്ടിൻ്റെ പേര് എന്താണ്? എന്താണ് മക്കളെ? QWERTY. എന്താണ് ഉത്തരം? QWERTY. ഓക്കെ, എത്ര ഫങ്ഷൻ കീകളുണ്ട്? അതൊന്ന് ഓർത്ത് വയ്ച്ചോളൂ, 12 എണ്ണം. അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. 8 × 2 - 6 + 8 ഹരിക്കണം 2 സമം എത്രയാണ്? എല്ലാവരും ആദ്യം തന്നെ ഗുണിക്കലും മൈനസും പ്ലസും ഒക്കെ അടകളെടുത്ത് ചെയ്തു പോകും. എളുപ്പമുള്ളതൊക്കെ കൂട്ടലാണ്, മൈനസാണ്, അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഏത് റൂൾ ഉപയോഗിക്കണം? ബോർഡ് മാസ്. എന്താ ബോർഡ് മാസ്? ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യണം, പിന്നെ B ഫോർ ബ്രാക്കറ്റ്, പിന്നെ എന്ത് ചെയ്യണം? ഡിവിഷൻ, ഹരിക്കൽ ചെയ്യണം, ഡിവിഷൻ ചെയ്യണം, പിന്നെന്ത് ചെയ്യണം? നിങ്ങൾ ഇതെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കും മക്കളെ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുക, ബ്രാക്കറ്റിൽ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ തന്നെ ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഡിവിഷൻ പറഞ്ഞാൽ എന്താ? ഹരണം. ബോർഡ് മാസ് അതായത് ഡി പറഞ്ഞാൽ ഡിവിഷൻ, ഹരണം. പിന്നെ എം പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. പിന്നെ എന്താണ്? അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അതായത് ആദ്യം ഹരണം, പിന്നെ ഗുണനം, ഹരണക്രിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഉണ്ടോ നോക്കണം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ആദ്യം ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഹരണം, പിന്നെ ഗുണനം, പിന്നെ കൂട്ടൽ, പിന്നെ കുറയ്ക്കൽ. ഹരണം, ഗുണനം, കൂട്ടൽ, കുറയ്ക്കൽ. ഇതായിരിക്കണം ഓർഡർ. അപ്പോൾ ഇതിലേതാ ഹരിക്കൽ? 8 ഹരിക്കണം 2. 8 ഹരിക്കണം 2 എത്രയാണ്? 2 4. നേരെ പോണത് പ്ലസ്സോ മൈനസോ അല്ല, ഗുണിക്കൽ. 8 × 2 എത്രയാണ്? 16. ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? 16 - 6 + അവിടെ എത്ര നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്? 8 ഹരിക്കണം 2 എത്രയാണ്? 4. 8ൽ 2 എത്ര തവണ പോവും? 4 തവണ. സോ 8 ഹരിക്കണം 2 4. 8 × 2 16. 16 - 6 + 4. 16 6 പോയി കഴിഞ്ഞാൽ അവിടെ പ്ലസ് ആണ് കേട്ടോ ആദ്യം ചെയ്യേണ്ടത്.
6 പ്ലസ് അവിടെ എന്ത് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നെഗറ്റീവിൻ്റെ ഒരു സംഭവം വരുന്നതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണത് നിങ്ങൾ കൂട്ടലും കുറയ്ക്കലും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 16 6 പോയി കഴിഞ്ഞാൽ 10, 10 4 കൂട്ടിക്കഴിഞ്ഞാൽ 14. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 14. ഓക്കെ. അടുത്തത് എ ഡി കോമ ഇ എഫ് എന്നിവ സമാന്തരങ്ങളാണ്. ത്രികോണം എ ബിയുടെ പരപ്പളവ് 4.6 ചതുരശ്ര യൂണിറ്റായാൽ 4.6 ചതുരശ്ര യൂണിറ്റായാൽ ത്രികോണം സി എഫ് ഡിയുടെ പരപ്പളവ് കാണുക. മക്കളെ, സമാന്തര രേഖകളുടെ ഹൈറ്റ് തുല്യമാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റത്തെ ത്രികോണത്തിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? എന്താ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം? അര ബി എച്ച്, അര ഗുണിക്കണം 2 ഇൻറ്റു എച്ച്. എച്ച് തന്നിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാം കൂടി പറഞ്ഞ് ഡൗട്ടാക്കണില്ല. എന്തായാലും ഇതൊന്ന് എച്ച് കണ്ടുപിടിക്കണം നിങ്ങൾക്ക്. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഷോർട്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അര ഇൻറ്റു 2 ഇൻറ്റു എച്ച്, അര ബി എച്ച് ആണ്. ഓക്കെ. അതിന് എച്ച് കണ്ടുപിടിക്കുക. എച്ച് കണ്ടുപിടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ക്യാൻസലായി പോയി. അര ബി എച്ചിൽ 2 അര ഗുണിക്കണം 2 ഇൻറ്റു എച്ച്, രണ്ടും ക്യാൻസലായി പോയില്ലേ? എച്ച് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. എച്ച് സമയം എത്രയാണ്? 4.6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എച്ച് എന്താണ്? 4.6 തന്നെയല്ലേ രണ്ടാമത്തെ ത്രികോണത്തിലും സമാന്തര രേഖ കൊണ്ട്. അപ്പോൾ അര ഇൻറ്റു 6 ഇൻറ്റു 4.6. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, പിന്നെ 4.6 ഇൻറ്റു 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അതൊക്കെ ഗുണിച്ച് നോക്കണം കേട്ടോ. 13.8 ആൻസർ കേട്ടോ. ഓക്കെ. ഹരിക്കണം 12 കൂട്ടണം 1 സമം 61. ഇവിടെ ബോർഡ് മാസ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കെയുടെ വില കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഹരിക്കണം ആദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് കൂട്ടൽ എന്നുള്ള ആ ക്രിയേനെ നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യാൻ. ഓക്കെ. ഈ കൂട്ടണം 1 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? കുറയ്ക്കണം 1. അപ്പോൾ 61 പോയി കഴിഞ്ഞാൽ 60. ഈ ഹരിക്കണം 12 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഗുണിക്കണം 12 ആവും. അപ്പോൾ 60 ഇൻറ്റു 12. 60 ഇൻറ്റു 12 എത്രയാണ്? 60 ഇൻറ്റു 12 720. ഗുണനക്രിയൊക്കെ ചെയ്ത് നോക്കി കേട്ടോ. ഓക്കെ. 12 ഇൻറ്റു 6 ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റിലൊരു 0 ഇട്ടാലും മതി. ഓക്കെ. പിന്നെ 25ാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചിത്രം LED മോണിറ്ററിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ LED എന്താണെന്ന് നേരത്തെ പഠിച്ചു. അത് ഓർമ്മയുള്ള കൂട്ടർ അതൊന്നും ഓർത്ത് വെച്ചോളൂ കേട്ടോ. ചിത്രം 2ൽ കാണുന്നത് ഏത് തരം മോണിറ്ററാണ്? ഏത് തരം മോണിറ്ററാണ്? അറിയാവുന്ന കൂട്ടർ ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റിയെങ്കിൽ കമൻറ്റ് ചെയ്യുക.